എൻ്റെ പേര് ഷാജി ജോർജ്. എൻ്റെ വൈഫ് ഷീലാകുമാരി ആണ് ഒപ്പം ഇരിക്കുന്നത്. ഞങ്ങൾ ആലുവയിൽ താമസിക്കുന്നു. ഇവിടെ ഹ്യൂസ്റ്റണിൽ മൂത്ത മകൻ്റെ ഭവനത്തിൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങൾ താമസിക്കുകയാണ്. എൻ്റെ പേര് ഷീലാകുമാരി ഐസക് എന്നാണ്. ഞാൻ UC കോളേജിൽ നിന്ന് 2014 റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഞങ്ങളിവിടെ മകൻ്റെ വീട്ടിൽ ഹൂസ്റ്റണിലാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കരുനാഗപ്പള്ളിയാണ്. അവിടെ ഹസ്ബൻഡിൻ്റെ പേരൻസ് താമസിച്ചിരുന്നു. 2 മക്കളാണ് അവർക്കുണ്ടായിരുന്നത്. മൂത്തയാൾ ഡേവിഡ് കല്ലേൽ, ഇളയാൾ ഷാജി ജോർജ്. എൻ്റെ ഹസ്ബൻഡ് ഷാജി ജോർജാണ്. ഡേവിഡ് കല്ലേൽ ഇപ്പോൾ ഇവിടെ ഹൂസ്റ്റണിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹം വൈഫും ഒരു മോളുമാണുള്ളത്. അവരിവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ മക്കൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടത്. താങ്ക് യു. അപ്പോൾ സാറിൻ്റെ വീട് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞു. സാറിൻ്റെ പേരൻസിനെ പറ്റി ഒന്ന് പറഞ്ഞേക്കാമോ? പാരൻസ്, എൻ്റെ ഫാദർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. മദർ ജോലിയില്ല, ഹൗസ് വൈഫായിരുന്നു. അപ്പോൾ സാറ് അവരുടെ ഫാദറിൻ്റെ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പഠനമൊക്കെ എവിടെയൊക്കെയായിരുന്നു? പഠനം ഒരുപാട് സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. പല ജില്ലകളിലായിട്ട് മാറി മാറി പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഫാദറിൻ്റെ ഫാദറും ഒരു ടീച്ചറായിരുന്നു, ഹൈസ്കൂൾ പ്രൈമറി ലെവലിലുള്ള. ഇതൊക്കെ സാറിൻ്റെ ബ്രദർ എവിടെയായിരുന്നു? ആഫ്രിക്കയിലായിരുന്നു അതോ ഇവിടെയായിരുന്നു സാർ ജോലി പ്രവേശിക്കുമ്പം? ബ്രദർ 1984 എത്യോപ്യയിൽ പോയി ടീച്ചറായിട്ട്. അതെ. അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല സാറിൻ്റെ ചേട്ടൻ്റെ ബ്രദറിൻ്റെ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം 1985 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സാറ് ഗവൺമെൻറ് സർവീസിന് എങ്ങനെയാണ് ജോലി കിട്ടിയത്? PSC എഴുതിയാണോ അതോ? PSC എഴുതിയിട്ടാണ് ജോലി കിട്ടിയത്. അത് ആദ്യം ജോലി കിട്ടിയതും മലപ്പുറം ജില്ലയിലെ മുണ്ടേരി എന്നൊരു സ്ഥലത്തുള്ള ഫാമിലാണ്. അവിടെ എത്തിച്ചേരുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബസ് ഇറങ്ങി 8 കിലോമീറ്റർ നടന്നാലാണ് ഈ ഫാമിലെത്തുന്നത്. ഇലക്ട്രിസിറ്റി ഇല്ല, വാഹന സൗകര്യങ്ങളില്ല. അവിടെ ജോലി ചെയ്യാൻ ആരെയും കിട്ടത്തുമില്ല. പോസ്റ്റ് ചെയ്യുന്നവരെല്ലാം ജീവിതത്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്താണ് എനിക്ക് അവിടെ ജോലി കിട്ടിയത്. ഞാൻ അവിടെ 5 വർഷക്കാലം ജോലി ചെയ്തു. 1987 ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം എറണാകുളം ജില്ലയിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. അതെങ്ങനെയാണ് ഈ ടീച്ചറിൻ്റെ പ്രപ്പോസൽ വരുന്നത്? അത് ഫാമിലി മനോരമ പത്രത്തിലുള്ള അതുകൊണ്ട് ഓക്കെ മാത്രം. ശരി, ഗവൺമെൻറ് സർവീസിലുള്ള. അപ്പം സാർ ആദ്യമായിട്ട് ടീച്ചറിനെ മാത്രമേ കണ്ടുള്ളൂ അതോ മറ്റ് പല പ്രപ്പോസൽസ് ഉണ്ടായിരുന്നു? പ്രപ്പോസൽ അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു. ഓക്കെ. അന്ന് ഫാദറും മദറും ഉണ്ട് സാറിൻ്റെ? ടീച്ചറിൻ്റെ ഫാദറും മദറും അന്നുണ്ട്. അവർ ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആയിരുന്നു അല്ലേ? പ്രൈമറി സ്കൂളായിരുന്നു. ഓക്കെ. ടീച്ചർ ഒരാളുടെ പ്രൊഫൈലേ കണ്ടുള്ളൂ അതോ സിസ്റ്റേഴ്സ് എല്ലാം ഇത് ആണോ? ഇങ്ങനെ പലതും ഇങ്ങനെ നോക്കി ഒരു ഇത് CSI ആണ്, അങ്ങനെ ബ്രദറാണെന്നൊക്കെ എന്തോന്ന് സെലക്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ ആലുവയിൽ വെച്ച് മീറ്റ് ചെയ്തു. എൻ്റെ ബ്രദറും ഒക്കെ ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ടീച്ചറിന് കരുനാഗപ്പള്ളി ദൂരമാണെന്ന് തോന്നിയിരുന്നോ? ഇല്ല, കരുനാഗപ്പള്ളി കുറച്ച് ദൂരമാണെന്ന് തോന്നി. ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഈ ആൽവേ സെറ്റിൽ ആയതിനു ശേഷം നിങ്ങൾ ഹൗ ഓഫ്റ്റൺ പോകുമായിരുന്നു കരുനാഗപ്പള്ളിക്ക്? ട്രെയിൻ സൗകര്യം ഉണ്ടല്ലോ. ട്രെയിൻ സൗകര്യം. സാർ ഈ അഗ്രികൾച്ചറിൻ്റെ അത് പറഞ്ഞു, സാറിന് എന്തായിരുന്നു ശരിക്കും നോക്കേണ്ടത് നമ്മുടെ ഫീൽഡിലെ? അഗ്രികൾച്ചർ കൃഷി സംബന്ധമായ കർഷകരുടെ പ്രശ്നങ്ങൾ. ഓക്കെ. ആ ഒരു ഏരിയയിൽ മണ്ണിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുമായിരുന്നു? അതൊക്കെ വരുമായിരുന്നു. മണ്ണിൻ്റെ ടെസ്റ്റ് വരും, അതനുസരിച്ചുള്ള റെക്കമെൻഡേഷൻസ് അവർക്ക് കൊടുക്കില്ല, വളമൊക്കെ കൊടുക്കണം.
പിന്നെ വിവിധ സ്കീമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ടീച്ചർ ഒരു ടീച്ചിങ് പ്രൊഫഷനാണല്ലോ. സ്റ്റുഡൻസിനെ കൈകാര്യം ചെയ്യുന്നു, കോളേജിലെ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സാറിൻ്റെ അത് വേറൊരു ലെവലിലുള്ള ഒരു നേച്ചറുമായിട്ടുള്ള സാറിൻ്റെ ഈ ജോലിയിൽ നിന്ന് ടീച്ചർ എന്തെങ്കിലും വ്യത്യാസമായിട്ട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ടീച്ചറിന് എന്തെങ്കിലും അതെനിക്കൊരു നല്ല ഫീൽഡാണെന്ന് തോന്നിയിരുന്നു എന്തെങ്കിലും? അല്ലേ, എൻ്റെ ഉയർച്ചയിലും മുന്നോട്ടുള്ള പഠിത്തത്തിനും എല്ലാം അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് വിടുന്ന കൈത്താങ്ങുകളെല്ലാം തന്നിരുന്നു. കാരണം ഫാമിലി ആയതിനു ശേഷമാണ് ഞാൻ MPhil പഠിക്കുന്നതും PhD പഠിക്കുന്നതുമൊക്കെ. കുട്ടികളുണ്ട്. പക്ഷേ കൂടുതൽ അതിൻ്റെ അകത്ത് ഇൻഡെപ്തായിട്ട് ടീച്ചർ പഠിക്കാനൊന്നും പോയില്ല, വായിക്കാനും. അഗ്രികൾച്ചറിലെ ഇല്ല, നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമ്മുടെ സബ്ജക്റ്റിലെ നമുക്ക് കൂടുതലായിട്ട് മുമ്പോട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സാറിന് എന്തെങ്കിലും തോന്നിയോ കോളേജ് ലൈഫ് ഒത്തിരി ടെൻഷനുമായിട്ടാണ് ടീച്ചർ വീട്ടിൽ വരുന്നത്, അങ്ങനെ വല്ലതും തോന്നിയിരുന്നോ? ആ ടെൻഷൻ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. പിള്ളേർ നമ്മുടെ കുട്ടികളെ അല്ലേ ഒരു ഉച്ച കഴിയുമ്പോൾ അവരുടെ സ്കൂൾ കഴിഞ്ഞു മനസ്സിലായി. അപ്പം ടീച്ചറിൻ്റെ 4:30 o'clock കഴിഞ്ഞേ വരാൻ പറ്റുള്ളല്ലോ. ഇവിടെ ഞങ്ങൾ അപ്പം കുറച്ച് നാൾ ഹോസ്റ്റലിൻ്റെ വാർഡനായിട്ട് ഞാൻ ജോലി ചെയ്തു. അപ്പോൾ അതിലൊരു അത്യാവശ്യം ഗുണം എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നേരം അവിടെ ഒരു ഹോസ്റ്റൽ ബോയ് ആയിട്ടൊരാളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പുള്ളിയോടൊന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾ വരുമ്പോൾ കുട്ടികൾ 2:30 ആകുമ്പോൾ വരും. അപ്പം പുള്ളിക്കാരൻ പോയിട്ട് എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഈ വീട്ടിലോട്ടൊന്ന് ആക്കും. അപ്പം എനിക്ക് ക്ലാസ് ടൈമിൽ പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഇദ്ദേഹം ദൂരെയാകും ചെയ്യുന്നത്, ബസ്സൊക്കെ കയറി വരണം. അപ്പോൾ ജോലിക്കാര് ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് ആക്കുന്നത് അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ. ഈ ആലുവ സിറ്റി ആണല്ലോ, നമുക്കൊരു മൈഗ്രൻ്റ് സിറ്റി ആയിരുന്നല്ലോ. ആലുവയെ പറ്റി പറഞ്ഞാൽ എന്താ ടീച്ചറിന് ഇഷ്ടപ്പെട്ടിരുന്നു ആ സ്ഥലം? ആലുവ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ്. അവിടെ UC കോളേജ് എന്ന് പറയുന്നത് ആലുവയിൽ നിന്നും കുറേ കിലോമീറ്ററുകളിലൂടെ പറവൂർ റൂട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ളിലാണ്. അവിടെ ഡെവലപ്പ് ചെയ്തത് ഈ UC കോളേജ് വന്നതിന് ശേഷമാണ്. ഒരു ആലുവയിലെ മൊട്ടക്കുന്നിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലം, ഒരു കുന്നിന്റെ മുകളിലാണ് കോളേജ് അവർ സ്ഥാപിച്ചത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ 4 പ്രഗത്ഭരായ അധ്യാപകർ വന്നിട്ടാണ് ഇവിടെ കോളേജ് സ്ഥാപിക്കുന്നത്. അന്ന് മഹാരാജാവാണ് കോളേജ് സ്ഥാപിക്കാനുള്ള സ്ഥലം കൊടുക്കുന്നത്. സാറ് നിങ്ങൾ രണ്ടുപേരും സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് ടീച്ചർ കുറച്ച് നാൾ എന്തൊക്കെയോ ചെയ്യാൻ നോക്കി. സാർ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിരുന്നോ? സാറിനെ കൊണ്ട് എന്തെങ്കിലും നാടിന് ആവശ്യം ഉണ്ടായിരുന്ന ജോലിക്ക് പോകാമായിരുന്നു, ഞാൻ പോയില്ല. അമേരിക്കയിലോട്ടുള്ള വരവിന് കാര്യം പറഞ്ഞു, മക്കളുടെ ഇതുകൊണ്ട്. ഈ അമേരിക്ക അല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ നിങ്ങൾ സന്ദർശിക്കാൻ പോയിട്ടുണ്ടോ? ടീച്ചർ ബെയ്ജിങ്ങിൽ പോയ കാര്യം പറഞ്ഞു. സാറ് നിങ്ങൾ ടൂറായിട്ട്? ഞാൻ ഏതാണ്ട് 18 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. വൈഫ് എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലുണ്ട്, 20-21 കാണുമല്ലോ. ആ രാജ്യങ്ങളൊക്കെ ഒന്ന് കാര്യം ശ്രീലങ്ക പോകാനുണ്ടായ കാര്യം കൂടെ ഒന്ന് പറയാമെങ്കിൽ. ചൈനയിൽ പോയത് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ബെയ്ജിങ്ങിൽ പേപ്പർ പ്രസൻറ്റേഷൻ, കെമിസ്ട്രിയുടെ പേപ്പർ പ്രസൻറ്റേഷനായിട്ട് എൻ്റെ സിസ്റ്റർ ഡോക്ടർ ജയകുമാരി ഐസക്കുമായിട്ട് ഒന്നിച്ചാണ്, അവരുടെ ചിപ്സൊക്കെ ആയിട്ടാണ് ഒന്നിച്ചാണ് പോയത്. എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്തോനേഷ്യയിൽ പോയിരുന്നു. ഇന്തോനേഷ്യയിൽ അത് കോളേജിൽ നിന്നുള്ള ഒരു തന്നെ ഒരു ഇതിൽ വിട്ടതാണ്. അവിടെ അത് കുറച്ച് സോഷ്യൽ വർക്കും അങ്ങനെയുള്ള ആക്ടിവിറ്റിയും അങ്ങനെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ ചർച്ചിൻ്റെ കൗൺസിൽ മെമ്പറാണ്, CSI ചർച്ചിൻ്റെ കൗൺസിൽ മെമ്പറായിരുന്നു. അങ്ങനെ അതായിട്ട് ഞങ്ങൾ ശ്രീലങ്കയിൽ പോയിരുന്നു. ഒരു ഡയോസിസൺ മീറ്റിംഗ് അവിടെ വെച്ചായിരുന്നു, ശ്രീലങ്ക വെച്ചായിരുന്നു, ജാഫ്നെ വെച്ച്. അപ്പോൾ ആ 3 രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടില്ല, ബാക്കി രാജ്യങ്ങളിലെല്ലാം അത് ടൂറായിട്ടുള്ള ഒരു കാണാൻ പോയതാണ്. അതെവിടേക്കായിരുന്നു? ഇപ്പൊ യൂറോപ്പിൽ ഒരു 9 രാജ്യങ്ങളുണ്ട്. സ്കാൻഡിനേവിയൻ പറഞ്ഞു പോയത്. എന്നാലും ലണ്ടൻ മുതൽ നമ്മൾ ഇറ്റലിക്ക് പോയിരുന്നു. ഇറ്റലി പോയിരുന്നു, അതെ സ്വിറ്റ്സർലാൻഡ്, വത്തിക്കാൻ സിറ്റി, പിന്നെ ഓസ്ട്രിയ, ന്യൂസിലാൻഡ്. അല്ല, ഓസ്ട്രിയ പോയിരുന്നു. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡും പോയി. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ശ്രീലങ്ക, ദെൻ USA, മെക്സിക്കോ. ഇവിടെ വന്നിട്ട് മെക്സിക്കോ ഇവിടെ പോയി. ബസ്സിനാണോ പോയത്? അല്ല,
ഇതിൽ ഷിപ്പിൽ. ഷിപ്പില് ഓക്കെ നമ്മുടെ ക്രൂസിൽ. ക്രൂയിസ്. ആഹാ അത് ശരി. 18 രാജ്യങ്ങൾ. കല്ലേൽ സാറ് ഒരുപാട് ലോകം മുഴുവൻ പോകുന്ന ആളാണല്ലോ. സാറിൻ്റെ ബ്രദറേ അതെ. അക്കാമ്മയും കല്ലേൽ സാറ് അവർ വേൾഡ് മുഴുവൻ പോകുന്നവരാണല്ലോ. ഇവിടെ ഇപ്പോൾ US-നകത്ത് ഏതാണ്ട് 31 സ്റ്റേറ്റുകൾ കവർ ചെയ്തു. എന്തിനകത്ത് 31 സ്റ്റേറ്റിൽ പോയത്? കാണാൻ. അത് ശരി. അതെങ്ങനെയാണ് ഈ പോകുന്നത് പല മെത്തേഡിലാണ്. ഇത് ഈ ടൂർ പാക്കേജ് എടുത്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ പോകും. അത് ശരി. സാറിന് ഈ രാജ്യങ്ങൾ ഇത്രയും പറഞ്ഞു, അമേരിക്കയിലെ ഇത്ര സ്റ്റേറ്റ് പറഞ്ഞു, ഇഷ്ടപ്പെട്ട 2 സ്ഥലങ്ങൾ പറഞ്ഞാൽ, രാജ്യവും സ്റ്റേറ്റും സ്ഥലവും പറഞ്ഞാൽ? USA-ലെ അലാസ്ക നല്ലതാണ്. അത് മഞ്ഞല്ലേ, സ്നോ അല്ലേ? ഒന്ന് കാണാനായിട്ട് ഇല്ല, വളരെ പോപ്പുലേഷൻ കുറവാണ്. ഹവായി നല്ലതാണ്. ഓക്കെ. പിന്നെ രാജ്യമായിട്ട് പറഞ്ഞ ചൈന ഇഷ്ടപ്പെട്ടിരുന്നോ? ചൈന ഒരു വേറൊരു കൾച്ചറും കാര്യങ്ങളും അല്ലേ, അവിടെ കാണാനും ഒക്കെ ഉണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ട് കേട്ടൊക്കെ പോരാം. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അത് കണ്ടു ഞങ്ങൾ. ടിയാനൻ സ്ക്വയർ കണ്ടു. അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. ചൈനയിൽ ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട്. അന്നത്തെ കാലത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ബാത്റൂംസ് അതൊക്കെ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻ്റ് അവിടെ ചൈനയിൽ വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും നമുക്കൊരു അവിടുത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണെങ്കിലും ഗേൾസ് ബോയ്സ് അവർ സ്വന്തമായിട്ട് ഇങ്ങനെ അവിടെയൊക്കെ പോവുകയും വരികയും അവിടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുകയും കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ലെവലിലാണ് തന്നെ കാര്യങ്ങൾ പോകുന്നത്. ഈ പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഒരു ബുക്കോ അല്ലെങ്കിൽ ചെറിയൊരു പേപ്പർ എഴുതാൻ പറഞ്ഞാൽ ടീച്ചർ ഏത് സ്ഥലത്തെ പറ്റിയോ കൂടുതൽ എഴുതാൻ സാധ്യതയുള്ളത്? ഇഷ്ടപ്പെട്ടത് ന്യൂസിലാൻഡ് നല്ലതാണ്. അവിടെ യാത്രയ്ക്കുള്ള ഡിസ്കംഫർട്ടോ അങ്ങനൊന്നും ഇല്ല? നമ്മളെല്ലാം ടൂർ പാക്കേജിന്റെ ഇതായിട്ടല്ലേ പോകുന്നത്. സ്വന്തമായിട്ടുള്ള ഒരു സ്വന്തമായി പോയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അത് നമുക്കറിയാം. സാറ് 30 വർഷം എത്ര നാൾ സർവീസിലുണ്ടായിരുന്നു? 34 വർഷം. ടീച്ചർ 34 വർഷം. ഏറ്റവും മോശപ്പെട്ട ഒരു സംഭവം ഈ ലൈഫിലുണ്ടായത് എന്തായിരിക്കും? ടീച്ചർ 2 പേരും ലൈഫിലുണ്ടായെന്ന് പറഞ്ഞാൽ എനിക്കത് വിഷമമായിപ്പോയി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് പ്രയാസമായി, അങ്ങനെയൊന്നും ഇല്ല? ഒന്നും ഓർക്കുന്നില്ല. സ്റ്റുഡൻസ് ആരെങ്കിലും ടീച്ചറിനെ മുഖത്ത് നോക്കി എന്തെങ്കിലും വിഷമം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ കുട്ടികൾക്ക് പലപ്പോഴും പല വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അതിനോട് നമ്മൾ പ്രതികരിച്ചിരുന്നു. പ്രത്യേകിച്ച് എനിക്കൊരു വിഷമമായിട്ട് ഇന്നും ഞാൻ ഓർക്കുന്നത് MSc പഠിച്ചിരുന്ന കുട്ടി. ആ കുട്ടി എന്തോ അവരും അമ്മയും തന്നെയേ ഉള്ളൂ, ഫാദറില്ല. അപ്പോൾ അത് കുറച്ച് അങ്ങോട്ട് കോളേജിൽ നിന്ന് കുറച്ച് മാറിയാണ് താമസിക്കുന്നത്. എന്നാൽ ഗേൾ സ്റ്റുഡൻസ് ഇതിനിങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളത് അവർ MSc കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. ഞങ്ങളോട് പറയത്തില്ലായിരുന്നു. ഒരു പ്രാവശ്യം ആ കുട്ടിയുടെ അമ്മ വന്ന് സംസാരിച്ച് അപ്പോൾ ഇങ്ങനെ ഇവളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കൊച്ചിനെയും വിളിച്ച് ഇവരെ 2 പേരെ എത്തി വളരെയധികം സംസാരിക്കുകയൊക്കെ ചെയ്തു. അവരൊരു മാനസിക രോഗിയായിരുന്നു ഈ അമ്മ. ഇത് ആ ഭർത്താവ് ഇട്ടുകൊണ്ട് പോയതുകൊണ്ടോ. എന്നാലും ഈ കുട്ടി MSc വരെ പഠിച്ച കുട്ടി, നല്ല മിടുക്കിയായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, അവർക്ക് നല്ലൊരു ഭാവിയുള്ളതായിരുന്നു. കുറേ കാലം കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളും അവിടെ ക്ലാസ്മേറ്റ്സ് എല്ലാം വളരെ കോപ്പറേറ്റീവായിരുന്നു. വളരെയധികം ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഇത്രയും ആയതല്ലേ, ഇനി കുറച്ചുകൂടി പഠിക്കാനുള്ളൂ, ഞാൻ ആ കുട്ടിയെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചോളാമെന്ന് പറഞ്ഞു. നമ്മൾ അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഉള്ളിടത്തൊക്കെ ഇടപെടാറുണ്ട്. അവരൊന്നും വന്ന് ബായും ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത് കൊച്ചിനെ ആക്കാനെന്നൊക്കെ പറഞ്ഞു. എന്താണെന്നറിയില്ല, അവസാനം അവർ നിർത്തിയില്ല, അവരങ്ങ് പോയി. അവരിച്ചിരി മാനസിക സമ്മർദ്ദത്തിന് മരുന്നൊക്കെ കഴിക്കുന്ന കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഈ കുട്ടി സൂയിസൈഡ് ചെയ്തു. അതെനിക്കൊരു അത്രയും പഠിച്ചിട്ട് കുറച്ച് നാളും കൂടി ഉള്ളൂ ആ കൊച്ച് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം കെമിസ്ട്രി പാസ്സായാൽ നല്ല രീതിയിൽ ജോലിയും കിട്ടും ഒക്കെ. ആ മദറിൻ്റെ ആ മാനസിക പ്രശ്നങ്ങൾ കാരണം അവളെ ചീത്ത വിളിക്കുകയും എന്തൊക്കെയോ വല്ലാത്തൊരു സ്റ്റേറ്റിലാണ് അത്. ആ കാലഘട്ടത്തിൽ മറ്റു കുടുംബങ്ങൾക്കൊക്കെ അങ്ങനെ പോകുന്നു. ഓക്കെ. സാറിന് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു വാക്കൂടെ പറയാനുണ്ടെങ്കിൽ എന്തുമായിരിക്കും? നമുക്കിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്.
എന്തെങ്കിലും അനുഭവത്തെ പറ്റിയോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളെ പറ്റിയോ ഇവിടുത്തെ കരോളിനെ പറ്റിയോ എന്തെങ്കിലും പറയാനുണ്ടോ സാറിന്? പ്രത്യേകിച്ച് ഇവിടുത്തെ കൂട്ടായ്മ മലയാളികളുടെ കൂട്ടായ്മയെ പറ്റിയോ? മലയാളികളുടെ കൂട്ടായ്മ നല്ലതാണ്. പ്രത്യേകിച്ച് സെന്റ് പീറ്റേഴ്സിലായിരുന്നപ്പം ഞങ്ങള് എല്ലാവരും തന്നെ ഒരു കുടുംബത്തിലെ വെരി ക്ലോസ് ആയിരുന്നു. വെരി ക്ലോസ് ആയിരുന്നു. ഇപ്പൊ ഈ ചർച്ചിലോട്ട് മാറുമ്പോ അത്രയും ഒരു അതായി വരണം. ഇനി അത് ബിൽഡപ്പ് ചെയ്യണം. നിങ്ങളെ കണ്ടു സമയമെടുക്കും. നല്ലൊരു ഇതാണ്. എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടാണ് ഈ ഇവിടുത്തെ ക്ലൈമറ്റിനേക്കാളും കുറച്ചുകൂടെ പ്രിഫറൻസ്. കാരണം അത്രയും നമ്മളെ ഒരു ലൈഫിന്റെ 60 years നമ്മളവിടെ ആണല്ലോ ജീവിച്ചത്. മക്കളിൻ്റെ കൊച്ചുമക്കളിലെ പാട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിവുള്ള മക്കൾ ഉണ്ടോ? നമുക്ക് ഗിത്താർ വായിക്കോ? അത് ശരി. ഇല്ല എങ്കിലും പഠിക്കുന്നുണ്ട്. അത് ശരി. ഓക്കെ ഓക്കെ. ജീവിതത്തിൽ നമ്മൾ കഴിയുന്നിടത്തോളം മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ സഹായിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മുമ്പോട്ട് ജീവിക്കുന്നത്. താങ്ക് യു സോ മച്ച്. സ്ക്രിപ്റ്റഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ചിലപ്പോൾ അപ്രസക്തമായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.